ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സോയാബീൻ കറികളാണ്. സോയാബീൻ്റെ ഒരു ടൈപ്പ് കറിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയുടെ ടേസ്റ്റിലാണ് നമ്മൾ സോയാബീൻ കറി ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും, അതുപോലെ തന്നെ സോയാബീൻ നമ്മൾ കഴിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ്, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ദോശയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയാണ് എടുത്തിരുന്നത്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചു. സോയാബീനും അതുപോലെ തന്നെ വെള്ളയപ്പവുമാണ് കഴിച്ചത്. ഒരു കപ്പ് ചൂട് ചായയും കുടിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് കയറി. കിച്ചണിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സെമി ഗ്രേവി ആയിട്ടാണ് സോയാബീൻ കറി വെച്ചത്. അപ്പോൾ നമ്മൾ അത് ഉച്ചയ്ക്കത്തേന് വേണ്ടിയിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യുമായിരുന്നു. അതാണ് കുറച്ച് മുന്നേ ഞാൻ കാണിച്ചത്. കുറച്ച് പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ട് നമ്മുടെ സോയാബീൻ എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ പോലെ നമ്മുടെ സോയാബീൻ എന്ന് പറയുന്നത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. കുറച്ച് കൂടുതൽ മത്തി, നമ്മുടെ നാടൻ കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ, കുറച്ച് കൂടുതൽ മത്തി എന്ന് പറയുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് സാമ്പാർ. അപ്പം മീൻ പൊരിച്ചുള്ളത് കൊണ്ട് തന്നെ സാമ്പാറെന്ന് പറയുന്നത് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ രാവിലത്തെ സോയാബീൻ കറി എന്ന് പറയുന്നത് റോസ്റ്റ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി ഇങ്ങനെ പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ചായയുടെ കൂടെ ചേർത്ത് കഴിക്കാനും അതുപോലെ തന്നെ വെറുതെ കോരി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ചോറിന് സാമ്പാറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ രാവിലത്തെ ആ കറി എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ഡ്രൈ ആക്കി ഒരു ഡ്രൈ ഫ്രൈ രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് സോയാബീൻ വിത്ത് പൊട്ടറ്റോ റോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞൻ മത്തി ഫ്രൈ ചെയ്തതും സാമ്പാറും പപ്പടവും ചോറും, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മത്തി പൊരിച്ചതും സാമ്പാറും അതുപോലെ തന്നെ പപ്പടം പൊരിച്ചതും ഉണ്ടെങ്കിൽ ചോറിന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ മത്തി ഫ്രൈ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കുറച്ച് കൂടുതൽ നേരം മത്തി നമ്മൾ പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു പപ്പടം എടുത്തു. പിന്നെ സോയാബീൻ പൊട്ടറ്റോയും ചേർത്തിട്ടുള്ള ആ ഒരു റോസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് കൂടുതൽ പീസസൊക്കെ വെച്ചിട്ട് സാമ്പാറും കൂടെ ഒഴിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ മത്തി ഫ്രൈ ഒക്കെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തെടുത്ത് കൂട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നില്ല. പക്ഷേ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഡിന്നർ ടൈമിൽ ഞാൻ എൻ്റെ ഈ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ലഞ്ച്, ആ സാമ്പാറും പപ്പടവും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച്. ചോറിന് സാമ്പാർ കൂട്ടി കഴിക്കാൻ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ടൈമായി. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ്. പിന്നെ അതിന് ശേഷം ചായയുടെ കൂടെ കഴിഞ്ഞ ദിവസത്തെ വളരെ കുറച്ച് തിക്കിടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തിക്കിടിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂടെ ചേർന്നിട്ട്, അത് കഴിഞ്ഞ ദിവസം വെച്ചതാണ്. അപ്പം ചീത്തയാക്കി കളയണ്ടല്ലോ, കാരണം തിക്കിടി എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചായയുടെ കൂടെ ആ തിക്കിടിയും ചിക്കൻ കറിയും ചേർത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റസ്ക്, ചായയുടെ കൂടെ റസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റസ്ക്കും അതുപോലെ തന്നെ തിക്കിടിയും ചിക്കൻ കറിയും ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിരുന്നത് ഷവർമയായിരുന്നു. അപ്പോൾ സ്പൈസി ഷവർമ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള
ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഷവർമ. സാറായിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ഷവർമ, നോൺ സ്പൈസി ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പൈസി ഷവർമ, പിന്നെ അതുപോലെ തന്നെ ഷവായി ചിക്കനുമാണ്. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു. അപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രിൽ ചിക്കനും ഷവർമയുമാണ്. ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ